ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ? ഇന്നൊരു ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? 1.5 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പല്ലുമ്മത്തെ കമ്പി വാർക്കണ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം. 1.5 വർഷം എൻ്റെ പല്ലുമ്മൽ ഈ ഒരു കമ്പി, ഞാനും ആ ഒരു കമ്പിയായിട്ട് പൊരുത്തപ്പെട്ടങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് ആ കമ്പി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഒറ്റക്കമ്പി ഇടാനുണ്ടാവും. ഒരു 6 മാസം, 1 വർഷം. എനിക്ക് അറിഞ്ഞൂടെ എത്ര അതിൻ്റെ കാലാവധി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ഇപ്പോൾ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടാവും. എനിക്ക് വയ്യ. അപ്പോൾ ഇത് ഞാനായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. ഈ പല്ലുമല ഈ കമ്പി. അപ്പം അതെടുക്കാൻ ആയി 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 അടി കിട്ടും ചീച്ചലേ. ഓ അവിടെ താഴത്തേക്കൂടെ വലിച്ചെറി അവിടെ. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്ന് എൻ്റെ കമ്പി എടുക്കും. ആ ഒരു പൊലിവിൽ ആണ് ഞാൻ. കഴിഞ്ഞ മാസം പോയപ്പോൾ കഴിഞ്ഞ മാസം എടുക്കുമെന്ന് പറഞ്ഞതായിരുന്നു, എടുത്തില്ല. ഈ മാസം എടുക്കുമെന്ന് പറഞ്ഞതാണ്. ഇന്ന് പോയി നോക്കട്ടെ, ഇനി ടൈറ്റ് ആക്കുകയാണോ എടുക്കുകയാണോ എന്നുള്ളത് അറിയില്ല. മിക്കവാറും എടുക്കുന്നുണ്ടാവും. എന്തായാലും അത് ഞാൻ നിങ്ങളെ അറിയിക്കും. എടുക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ മിക്കവാറും എടുക്കും കേട്ടോ. അപ്പം കണ്ടോളി കമ്പിട്ട പല്ല്. എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തതിന് ശേഷം കാണട്ടെ. ഞാൻ അവിടെ നിന്ന് ഇനി വീഡിയോ ഒന്നും ഞാൻ ചിലപ്പോൾ എടുത്തുകൂടായി ഉണ്ടാവും. ചിലപ്പോഴേ എടുക്കുള്ളൂ. അവിടുന്ന് പറ്റുകയാണെങ്കിൽ എടുക്കുള്ളൂ. കാരണം ഞാൻ ഒറ്റക്കാണ് പോണത്. അപ്പോൾ പിടിച്ചാനും എടുക്കാനും എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റൂല. അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കേണ്ടതാ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം 1.5 വർഷത്തിന് ശേഷം ഉള്ള എൻ്റെ കമ്പി വാർക്കൽ ദിവസമാണ് ഇന്ന്. അപ്പം ഇന്ന് ബിരിയാണിയൊക്കെ വെക്കണം കേട്ടോ. ഇന്ന് വാർപ്പിൻ്റെ ദിവസമാണ് അതുകൊണ്ട്. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ശരി. ഒന്നെങ്കിൽ ജുമുഅക്ക് ശേഷം പോകണം, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം പോകണം. ഞാൻ രാവിലെ പോകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, പക്ഷെ നടന്നില്ല. ഞാനിന്ന് ഉണ്ണിക്കുട്ടിനായിട്ട് മുടി ഒട്ടിക്കാൻ വേണ്ടി പോയതേ ഓർമ്മയുള്ളൂ. ആൾക്ക് ഒരു 2 ആഴ്ച മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ ആൾ പേടിച്ചു. അതുകൊണ്ടാവണം അതിൻ്റെ മുമ്പ് പോയ സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഇരുന്നേരുന്നേ. ഇതിപ്പോൾ ഇന്ന് കൊണ്ടുപോയപ്പോഴേ ആ കസേരയിൽ അങ്ങോട്ട് ഇരുത്തിയതും ഭയങ്കര കരച്ചിൽ. എന്ത് പറഞ്ഞിട്ടും ഒരു ഇതില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പറ്റുന്നൊക്കെ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഓള് സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ ഇരുത്തിക്കാണ്ട് അതേപോലെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകണം. മുടിയാകെ വളർന്ന് ആകെ കൂടെ തേക്കും. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ അയിമനും പിന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അയിമ അങ്ങനെ നേരം കഴിഞ്ഞു. അപ്പം ഇനി രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പം ഇനി ജുമുഅക്ക് ശേഷം മഗ്‌രിബിന് ശേഷമൊക്കെ ആയിട്ട് പോകണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ കമ്പി ഞാനിന്ന് എടുക്കും. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ആൾക്കാരും കൂടെ ഉണ്ടത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കണില്ല. ഞാൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുക കേട്ടോ. എനിക്ക് വയ്യ ഇതിങ്ങനെ കാണുമ്പോൾ. എത്ര കാലത്തെ ആഗ്രഹമായിരുന്നു എന്നറിയോ ഈ ഒരു കമ്പിയൊക്കെ ഇട്ട് പല്ലൊന്ന് സെറ്റാക്കണം എന്നുള്ളത്. കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു. അതിപ്പോഴാണ് സാധിച്ചത്. അങ്ങനെതാ എടുത്തു കേട്ടോ, കമ്പി എടുത്തു. ഞാനത് ആദ്യമായിട്ട് കണ്ണാടിയിലോട്ട് നോക്കുകയാണ്. എനിക്കങ്ങ് നല്ല ഇഷ്ടപ്പെട്ടു. ഹലോ. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ പല്ലിലെ കമ്പി വാർത്തു. അപ്പൊ ഞാൻ പല്ല് കാണിച്ചു തരട്ടെ. പല്ല് കണ്ടീല്ലേ? പിന്നെ പല്ലിലെ കമ്പി എടുത്തു കേട്ടോ. ഇന്ന് എടുത്തു. ഞാൻ ജുമുഅക്ക് ശേഷം പോയി. ഇന്നിപ്പോൾ എടുത്തു പോകുന്നു കേട്ടോ. 1.5 വർഷം പല്ലിൽ കിടന്ന കമ്പി ഇന്നെടുത്തപ്പോൾ എന്തോ പോലെ കേട്ടോ. അതും ഞാനും കമ്പിയായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് നിൽക്കിയിരുന്നു. അതങ്ങോട്ട് പോന്നപ്പോൾ എന്തോ പോലെ. അപ്പോൾ കണ്ടില്ലേ എൻ്റെ പല്ല്. അപ്പോൾ ഞാൻ ഒറ്റക്കമ്പി ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കമ്പിക്ക് പകരം അലൈനറാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ന് 7 മണിയാകുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടും. അപ്പോൾ ഇന്ന് കിട്ടുവാണേ
പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ എനിക്ക് വയ്യ, കണ്ടില്ല ഈ പേടിക്ക്. എനിക്ക് തന്നെ ഇതുപോലെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നു എൻ്റെ പല്ല് കേട്ടോ. അങ്ങനെ നീണ്ട 1.5 വർഷത്തിന് ശേഷം ഇന്ന് എൻ്റെ തമ്പി വാർത്തു. ഇന്ന് വാർപ്പിടലായിരുന്നു. അതിന് തൊടൂല. ഉണ്ണിക്ക് മൈക്ക് വെച്ച് കൊടുത്ത് കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ണിനെടുക്കട്ടെ. ഓക്കെ ഉണ്ണി, പപ്പന്റെ പല്ലിലെ കമ്പി എടുത്തു നോക്കാം. ഉണ്ണി എന്തെങ്കിലുമൊക്കെ പറയും, മൈക്കിൽ കൂടി പറയും. മൈക്ക് വെച്ചേക്കണ്. അപ്പം എന്റെ പല്ല് ഞാൻ കമ്പി ഇടാനുണ്ടായ മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് നല്ല ഗ്യാപ്പായിരുന്നു കേട്ടോ. എൻ്റെ പല്ല് നല്ല ഗ്യാപ്പുള്ള പല്ലായിരുന്നു. നാവൊക്കെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോരുമായിരുന്നു. അതേപോലെ ഇറച്ചി പീസ് കഴിക്കുമ്പോൾ ഉള്ളിൽ കൂടി അങ്ങോട്ട് പീസ് അങ്ങോട്ട് കയറി പോവായിരുന്നു. അത്രയും ഗ്യാപ്പായിരുന്നു കേട്ടോ. അത് എനിക്കത് ഒരു ബോറായിട്ട് ഇങ്ങനെ തോന്നി. അപ്പോൾ ഇന്ന് ഒരു കമ്പിടാന്ന് ഇങ്ങനെ കരുതിയിട്ടായിരുന്നു ഞാൻ കമ്പി ഇട്ടത് കേട്ടോ. ഒരു 1.5 വർഷം ഞാൻ അതിട്ടു. ഇപ്പം അത് സെറ്റായി. പിന്നെ പല്ലെടുത്ത് കഴിഞ്ഞാൽ ഇനിയും പല്ല് ഉള്ളിലോട്ട് നല്ലോണം താവും എന്ന് പറഞ്ഞിട്ടോ. കാരണം ആ പല്ല് എടുക്കേണ്ടതിൻ്റെ ഗ്യാപ്പ് അങ്ങനെ അടഞ്ഞു വരുവോളം പല്ലുള്ളിലേക്ക് താഴ്ന്ന് അങ്ങനെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് താവണ്ട. ഓവർ താഴ്ന്നു കഴിഞ്ഞാൽ ഒരു ബോറായിട്ട് തോന്നും. എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇത്ര മതി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം എൻ്റെ മേലത്തെ പല്ല് എടുക്കേണ്ടി വന്നിട്ടില്ല, താഴത്തെ പല്ല് എടുക്കേണ്ടി വന്നിട്ടില്ല. എടുക്കണമെന്ന് ചോദിച്ചു. അപ്പം എടുക്കുകയാണെങ്കിൽ ആ പല്ല് ഗ്യാപ്പ് അടയോളം താഴത്തേക്ക് പോകും. അപ്പോൾ ഒരു ബോറായിട്ട് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ വേണ്ട, ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞത് കേട്ടോ. ഇത്ര പോരെ? എങ്ങനെയുണ്ട് എൻ്റെ പല്ല് കണ്ടിട്ട് പറയും. ഇത്ര പോരെ? ഇഷ്ടപ്പെട്ടോ പല്ലിപ്പം ഇങ്ങനെ ആയത്? അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ലൈനർ കിട്ടിയിട്ട് ഞാൻ ഇനി അത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഒരു ഫോട്ടോ എടുക്കട്ടെ.